വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ ഈ ഒരു ചാനലിൽ തന്നെ ഞാൻ നേരത്തെ ഫൈവേഴ്സിൻ്റെ സമ്മർ പ്ലാനിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് വീഡിയോയുടെ അകത്ത് ഞാൻ ഫൈവേഴ്സിൻ്റെ 100K സമ്മർ പ്ലാനിനെ പറ്റിയിട്ടാണ് ഒരു ഡീറ്റെയിൽഡ് ഇൻ ഡെപ്ത് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമ്മർ പ്ലാനിൽ ഫൈവേഴ്സ് പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 100K കൂടാതെ 200Kയുടെ സമ്മർ പ്ലാൻ അക്കൗണ്ട് കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ 100Kയുടെ അക്കൗണ്ട് നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഈ മന്ത് എൻഡ് വരെ, അതായത് ഓഗസ്റ്റ് എൻഡ് വരെ 100Kയുടെ സമ്മർ പ്ലാൻ ഉണ്ടാകത്തുള്ളൂ. സോ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ. ആൻഡ് അവർ കറൻ്റ്ലി ഒരു 3-4 ഡേയ്സ് ആയിട്ട്, ഒരു 4 ഡേയ്സ് മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പ്ലാനാണ് 200Kയുടെ സമ്മർ പ്ലാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്ന ആ ഒരു 200Kയുടെ സമ്മർ പ്ലാനിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റൂൾസും ഒരു ഇൻഡെപ്ത് അനാലിസിസും കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയുടെ അകത്ത് നമ്മൾ നോക്കാൻ പോണത്. സോ നോർമലി ഒരു 200K അക്കൗണ്ടിൻ്റെ കോസ്റ്റ് നോക്കുന്ന സമയത്ത് അറൗണ്ട് ഒരു $900 to $1,000 വരും. ആൻഡ് 100K നോക്കുമ്പോൾ ഒരു $400 to $500 കോസ്റ്റ് വരും. അപ്പം അത്രയും കോസ്റ്റ് വരുന്ന ഒരു അക്കൗണ്ടാണ് ഫൈവേഴ്സ് ഈ ഒരു സമ്മർ പ്ലാനിൽ കൂടി ഒരു ചെറിയൊരു കോസ്റ്റിന് അവരിപ്പോൾ കറൻ്റ്ലി പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ കറൻ്റ്ലി പ്രോഫോൺ സ്പേസിൽ നോക്കുവാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഓഫറാണ് ഈ ഒരു സമ്മർ പ്ലാൻ. ആൻഡ് അതുപോലെ തന്നെ ഫൈവേഴ്സ് നോക്കുവാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഫേമാണ്. അറൗണ്ട് ഒരു 10+ ഇയേഴ്സ് മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഫേമാണ്. ആൻഡ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ്, ഒരുപാട് ആൾക്കാർ പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് കറൻ്റ്ലി അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫറാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു 200K അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റൂൾസും ആൻഡ് അതുപോലെ തന്നെ നോർമൽ അക്കൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ എന്തൊക്കെയാണ് ചേഞ്ചസ് വരുന്നത്, ആ ഒരു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നോർമലി നമ്മൾ ഫൈവേഴ്സിൻ്റെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി 3 പ്ലാൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ലിമിറ്റഡ് ടൈം ഓഫർ ആയിട്ടുള്ള സമ്മർ പ്ലാൻ, പിന്നെ നോർമലി അവരുടെ ഫേമസ് ആയിട്ടുള്ള വളരെ നാളായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന നോർമൽ CFD പ്രോഗ്രാം, അതായത് അവരുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം. ആൻഡ് പിന്നെ പറയുന്നത് ഫ്യൂച്ചേഴ്സ്. സോ ഫ്യൂച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. ആൻഡ് CFD ആണ് അവരുടെ ഒരു അത്രയും വർഷമായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാൻ. ഓക്കെ, അവരുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം പറഞ്ഞത്. ആൻഡ് സമ്മർ പ്ലാൻ ലിമിറ്റഡ് ടൈമാണ്. സോ ഇത് പെട്ടെന്ന് എൻഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ആൻഡ് ഈ ഒരു സമ്മർ പ്ലാൻ CFDയിൽ അവൈലബിൾ ആണ്, ഫ്യൂച്ചേഴ്സിൽ അവൈലബിൾ ആണ്. സോ നമ്മൾ CFDയിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ സമ്മർ പ്ലാനിലോട്ട് നോക്കുവാണെങ്കിൽ ഹൈ സ്റ്റേക്സ് ഉണ്ട്, ആൻഡ് 2 സ്റ്റെപ്പ്, പിന്നെ ഗ്രോത്ത് ഉണ്ട്. ഗ്രോത്ത് നോക്കുവാണെങ്കിൽ 1 സ്റ്റെപ്പാണ്, ആൻഡ് ഹൈ സ്റ്റേക്സ് നോക്കുവാണെങ്കിൽ 2 സ്റ്റെപ്പാണ്. ഓക്കെ, 2 സ്റ്റെപ്പാണ് ബെറ്റർ. 1 സ്റ്റെപ്പിലോട്ട് പോകണമെങ്കിൽ റൂൾസ് കുറച്ചുകൂടെ ടൈറ്റ് ആവും, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആൻഡ് നമ്മൾ ഈ ഒരു 2 സ്റ്റെപ്പിലോട്ട് നോക്കുവാണെങ്കിൽ, ഹൈ സ്റ്റേക്കിലോട്ട് നോക്കുവാണെങ്കിൽ കറൻ്റ്ലി ഇവിടെ സെലക്ട് ആയിട്ടുള്ളത് 100Kയുടെ സമ്മർ പ്ലാനാണ്. ഓക്കെ, 100K ഉണ്ട്, 200K ഉണ്ട്. ആൻഡ് നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ ക്ലാസിക് ഉണ്ട്, ന്യൂ ഉണ്ട്. ക്ലാസിക്കിലോട്ട് വരുന്ന സമയത്ത് ആൻഡ് ആ ഒരു പ്രോഫിറ്റ് ടാർഗറ്റ് ജസ്റ്റ് കുറയും, പ്രൈസ് കൂടും. ഓക്കെ, ആൻഡ് നോർമൽ ചലഞ്ചിലോട്ട് വരുന്ന സമയത്ത് ആ ഒരു നോർമൽ പ്രൈസിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റൂൾസ് നമുക്ക് നോക്കാം. ആൻഡ് ഈ ഒരു 200K സമ്മർ പ്ലാനിൻ്റെ ആൻഡ് നോർമൽ വേർഷനിൽ ഉള്ള റൂൾസും അതിൻ്റെ ടാർഗറ്റ്സും കാര്യങ്ങളും നമുക്ക് നോക്കാം. സോ ഇവാലുവേഷൻ ഫേസ് നോക്കുവാണെങ്കിൽ ഈ ഒരു 200Kയുടെ phase 1 ടാർഗറ്റ് വരുന്നത് 10% ആണ്. അതായത് $20,000 ആണ് phase 1-ൽ 200Kയുടെ അക്കൗണ്ടിൽ ടാർഗറ്റ് വരുന്നത്. ആൻഡ് phase 2-യുടെ ടാർഗറ്റ് നോക്കുവാണെങ്കിൽ 5% ആണ്. അതായത് 200K അക്കൗണ്ട് phase 2 പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? $10,000 പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം. സോ phase 1 10%, phase 2 5%, നോർമൽ 100Kയിൽ ഉണ്ടായിട്ടുള്ള പോലെ തന്നെ. അതുപോലെ തന്നെ ഇനീഷ്യൽ ബാലൻസ് 200K, മാക്സ് ലോസ് വരുന്നത് 10% ആണ്. ഓക്കെ, മാക്സ് ലോസ് വരുന്നത് 10% ആണ്, അതായത് $20,000. നോർമൽ എന്താ പറയുക, CFD ചലഞ്ചസിൽ വരുന്ന പോലെ തന്നെ മാക്സിമം ലോസ് വരുന്നത് 10% ആണ്. 200Kയുടെ കേസ് വരുന്ന സമയത്ത് $20,000. പിന്നെ ഡെയിലി ലോസ് വരുന്ന സമയത്ത് 3% ആണ്. സോ സമ്മർ പ്ലാൻ 100Kയിലും 3% ആണ്, 200Kയിലും 3% ആണ്. സോ 3% വരുന്ന സമയത്ത്, അതായത് ഒരു ദിവസം നമുക്ക് എത്ര ലോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ? 3%. സോ 200Kയുടെ 3% നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് ഒരു $6,000 ആണ് 200Kയുടെ 3% വരുന്നത്. $6,000, അതായത് 200Kയുടെ അക്കൗണ്ടിൽ ഒരു ദിവസം നമുക്ക് മാക്സിമം ലോസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് $6,000 ആണ്. സോ $6,000 ആയി കഴിഞ്ഞാൽ തന്നെ, $6,000 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ അക്കൗണ്ട് ബ്രീച്ച് ആവും. ഓക്കെ, അപ്പോൾ മാക്സ് ഡെയിലി ലോസ് 3% ആണ്. ആൻഡ് അതുപോലെ തന്നെ ടൈം ലിമിറ്റ് നോക്കുവാണെങ്കിൽ അൺലിമിറ്റഡ് ടൈമാണ്. സോ ഇത്ര ദിവസം ട്രേഡ് ചെയ്യണം ഒന്നുമില്ല.
ആൻഡ് ജസ്റ്റ് ഒരു 1 ട്രേഡ് തന്നെ നമുക്ക് പാസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് മിനിമം ട്രേഡിംഗ് ഡേയ്സ് ഇല്ല, ജസ്റ്റ് 1 ട്രേഡ് തന്നെ നമുക്ക് ആ ഒരു പ്രോഫിറ്റ് ടാർഗറ്റ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ അക്കൗണ്ട് പാസ്സാക്കി എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. നോർമൽ 2 സ്റ്റേക്കിലോട്ട് അതായത് ഹൈ സ്റ്റേക്കിലോട്ട് പോകുകയാണെങ്കിൽ 2 സ്റ്റെപ്പിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു 3 മിനിമം ട്രേഡിംഗ് ഡേയ്സ് ഉണ്ട് വിത്ത് 0.5% പ്രോഫിറ്റ്. ഇപ്പോൾ ഇവിടെ ആ ഒരു മിനിമം ട്രേഡിംഗ് ഡേയ്സും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് 1 ട്രേഡ് പാസ്സാവുകയാണെങ്കിൽ 1 ട്രേഡ് പാസ്സാവും, അല്ലെങ്കിൽ എത്ര സമയം വേണമെങ്കിലും നമുക്ക് എടുക്കാം. സോ അൺലിമിറ്റഡ് ടൈം നമുക്ക് അവിടെ ഉണ്ട്. പിന്നെ ലിവറേജ് പറഞ്ഞത് 1:100 ആണ്. അതുപോലെ തന്നെ ഇവാലുവേഷൻ സ്റ്റേജിൽ വരുമ്പോൾ നമുക്ക് അവിടെ കൺസിസ്റ്റൻസി ഇല്ല, വിഡ്രോ ടാർഗറ്റ് ഇല്ല, വിഡ്രോ ക്യാപ്പ് ഇല്ല. ഓക്കെ, ഇവാലുവേഷൻ സ്റ്റേജിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. മെയിനായിട്ടുള്ളത് phase 1 ടാർഗറ്റ് 10%, phase 2 ടാർഗറ്റ് 5%, ആൻഡ് മാക്സ് ലോസ് 10% ഉണ്ട്, $20,000 ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഡെയിലി ലോസ് 3% ആണ്. അതായത് ഒരു ദിവസം $6,000 ആണ് മാക്സ് ലോസ് ആയിട്ട് പെർമിറ്റ് ചെയ്യുന്നത്. അൺലിമിറ്റഡ് ടൈമാണ്. ആൻഡ് അതുപോലെ തന്നെ ജസ്റ്റ് മിനിമം ട്രേഡിംഗ് ഡേയ്സ് ഇല്ല, അതുകൊണ്ട് 1 ട്രേഡ് തന്നെ നമുക്ക് ആ ഒരു ചലഞ്ച് പാസ്സാക്കി എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. പിന്നെ ലിവറേജ് 1:100. സോ ഇവാലുവേഷൻ ഫേസിൽ ഈ ഒരു കാര്യങ്ങളാണ് പറഞ്ഞത്. സോ ഫണ്ടഡ് സ്റ്റേജിലോട്ട് വരുന്ന സമയത്ത് പ്രോഫിറ്റ് ടാർഗറ്റ് ഇല്ല. സോ ഇത് 100% കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല. അവിടെ പ്രോഫിറ്റ് ടാർഗറ്റ് ഇല്ല. ഓക്കെ, ബേസിക്കലി ഇതെന്തോ ഒരു ഗ്ലിച്ചാണ്. ആൻഡ് ഫണ്ടഡ് സ്റ്റേജിലോട്ട് വരുമ്പോൾ നമുക്കവിടെ പ്രോഫിറ്റ് ടാർഗറ്റ് ഇല്ല. ആൻഡ് ഇനീഷ്യൽ ബാലൻസ് 200K. മാക്സ് ലോസ് സെയിം ആണ്. മാക്സ് ലോസ് പറഞ്ഞത് $20,000 ആണ് മാക്സ് ലോസ് പറഞ്ഞത്. ആൻഡ് അതായത് 10%. പിന്നെ ഡെയിലി ലോസ് വരുമ്പോൾ 3% തന്നെയാണ്. ആൻഡ് ടൈം ലിമിറ്റ് ഇല്ല. സോ ലിവറേജ് സെയിം ആണ്, 1:100. പിന്നെ കൺസിസ്റ്റൻസി ഉണ്ട്. കൺസിസ്റ്റൻസി 50% കൺസിസ്റ്റൻസി ഉണ്ട്. അതായത് അത് നമുക്ക് ആ ഒരു വിഡ്രോ ക്യാപ്പിൽ കൂടെ നമുക്ക് പറയാം. ഓക്കെ, സോ 50% കൺസിസ്റ്റൻസി ഉണ്ട്. അതുപോലെ തന്നെ വിഡ്രോ ടാർഗറ്റ് പറഞ്ഞാൽ മിനിമം വിഡ്രോ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് പറഞ്ഞത് $250 ആണ്. മിനിമം വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ വിഡ്രോ ക്യാപ്പ് പറഞ്ഞത് $3,000. അതായത് നമുക്ക് അവിടെ ഒരു പേ ഔട്ട് ക്യാപ്പ് ഉണ്ട്. പേ ഔട്ട് ക്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ $3,000 ആണ് പറഞ്ഞത്. ഇത് മീൻ ചെയ്യണത് ടോട്ടൽ $3,000 മാത്രമേ അതിൻ്റെ അകത്ത് പേ ഔട്ട് എടുക്കാൻ പറ്റുമെന്നല്ല. ഒരു സൈക്കിളിലെ മാക്സ് നമുക്ക് 3% മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. സോ ഒരു സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് 5 ഇയേഴ്സിൽ പേ ഔട്ട് സൈക്കിൾ വരുന്നത് 2 വീക്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ 14 ഡേയ്സ് കൂടുമ്പോഴാണ്. അതായത് 14 ഡേയ്സ് കൂടുമ്പോൾ $3,000 ആണ് ഒരു സൈക്കിൾ നമുക്ക് മാക്സിമം പേ ഔട്ട് എടുക്കാൻ പറ്റുക. സോ അടുത്ത സൈക്കിൾ എത്തുമ്പോൾ നമുക്ക് എഗെയിൻ അവിടെ എന്തുണ്ട്, $3,000 മാക്സ് എടുക്കാൻ പറ്റും. അതിൻ്റെ അടുത്ത സൈക്കിൾ വരുമ്പോൾ നമുക്ക് മാക്സിമം $3,000 എടുക്കാൻ പറ്റും. അതായത് ഒരു പെർ സൈക്കിൾ മാക്സിമം $3,000 ആണ് നമുക്കിവിടെ പേ ഔട്ട് എടുക്കാൻ പറ്റുന്നത്. ആൻഡ് ഈ കൺസിസ്റ്റൻസി 50% പറഞ്ഞു. സോ ഇത് മീൻ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു $3,000 നമ്മളൊരു ടാർഗറ്റായിട്ട് കാണാം. ഓക്കെ, ആ ടാർഗറ്റായിട്ട് വെച്ചിട്ട് ഈ $3,000 50% കാൽക്കുലേറ്റ് ചെയ്യുക. സോ $3,000 50% എന്ന് വെച്ച് കഴിഞ്ഞാൽ $1,500 ആണ്. അതായത് ഒരു ദിവസം നമ്മൾ 1,500 മുകളിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പാടില്ല ഫണ്ടഡ് സ്റ്റേജിലോട്ട്. ഇവാലുവേഷൻ സ്റ്റേജിലല്ല, ഫണ്ടഡ് സ്റ്റേജിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ പേ ഔട്ട് ക്യാപ്പ് എത്രയാണോ ആൻഡ് നമ്മുടെ കൺസിസ്റ്റൻസി പെർസെൻറ്റേജ് എത്രയാണോ കാൽക്കുലേറ്റ് ചെയ്യുക. $3,000 50% പറഞ്ഞാൽ $1,500 ആണ്. അപ്പോൾ ഒരു ദിവസം $1,500 മുകളിൽ നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പാടില്ല. സോ 1,500 മുകളിൽ പൊക്കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ബ്രീച്ച് ആവുന്നില്ല. ആൻഡ് നമ്മൾ ആ ഒരു പ്രോഫിറ്റ് ടാർഗറ്റ് അവിടെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യേണ്ടി വരും. അതായത് ആ ഒരു കൺസിസ്റ്റൻസി സ്കോർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയുടെ വീഡിയോ നേരത്തെ ആ ഒരു ഫ്യൂച്ചേഴ്സിൻ്റെ സീരീസിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുത്തേക്കാം. സോ നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ലൈവ് അക്കൗണ്ടിലോട്ട് വരുമ്പോൾ ഒരു ദിവസം മാക്സിമം 1,500 മുകളിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാണ്ടിരിക്കുക. സോ അതാണ് ഇവിടെ ഇത് പറഞ്ഞത്. ഓക്കെ, സോ അതുപോലെ തന്നെ 200Kയുടെ കോസ്റ്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ $249 ആണ് 200K അക്കൗണ്ടിൻ്റെ കോസ്റ്റ് വരുന്നത്. $249. അതായത് നിങ്ങൾ ഇവിടെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ, കോഡ് പറഞ്ഞത് AMFX05 എന്നുള്ള ഈ ഒരു കോഡ് യൂസ് ചെയ്യും. ഇതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എൻ്റെ കോഡാണ്. ആൻഡ് ഈ ഒരു കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു 10% ഡിസ്കൗണ്ട് കിട്ടും. അതായത് ഇപ്പോൾ ഈ ഒരു $249 അറൗണ്ട് ഒരു $224 നിങ്ങൾക്ക് ബൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അറൗണ്ട് ഒരു $24-25 ഡിസ്കൗണ്ട് ഈ ഒരു കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ കോഡ് പറഞ്ഞത് AMFX05. സോ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്തോട് കൊടുത്തേക്കാം. സോ ഇതാണ് കറൻ്റ്ലി ഈ ഒരു 200Kയുടെ
കേസ് പറഞ്ഞത്. സോ 100K ഇപ്പോഴും ഉണ്ട്. സോ 100K എൻഡ് ഇയർ ആയി. ഓൾമോസ്റ്റ് ഈ മന്ത് ഓഗസ്റ്റ് ലാസ്റ്റ് വരെ ഉണ്ടാകത്തുള്ളൂ. സോ 100K കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. സോ 100K സെയിം ആണ്. ഇവാലുവേഷൻ സ്റ്റേജ് നോക്കുന്ന സമയത്ത് പ്രോഫിറ്റ് ടാർഗറ്റ് ഫേസ് 1 10%, ഫേസ് 2 5%, ഇനീഷ്യൽ ബാലൻസ് 100K, മാക്സിമം ലോസ് പറഞ്ഞാൽ 10%, $10,000 ആണ് മാക്സ് ലോസ്. ആൻഡ് അതായത് 100K സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്ക് ടു 90,000 എത്തുവാണെങ്കിൽ നമ്മുടെ മാക്സ് ലോസ് ഹിറ്റ് ആവും. നമ്മൾ ആ ഒരു ചലഞ്ച് ഫെയിൽ ആവും. പിന്നെ ഡെയിലി ലോസ് പറഞ്ഞത് 3% തന്നെയാണ്. സോ 100K അക്കൗണ്ട് വരുമ്പോൾ $3,000 ആണ് ഒരു ദിവസം മാക്സ് ലോസ് പറഞ്ഞത്, ഇവാലുവേഷൻ സ്റ്റേജിലും അതുപോലെ തന്നെ ഫണ്ടഡ് സ്റ്റേജിലും. ആൻഡ് ടൈം ലിമിറ്റ് അൺലിമിറ്റഡ് ആണ്, എത്ര ദിവസം വേണമെങ്കിലും എടുക്കാം. അതുപോലെ തന്നെ മിനിമം ട്രേഡിംഗ് ഡേയ്സ് ഇല്ല, ജസ്റ്റ് 1 ട്രേഡ് തന്നെ നമുക്ക് പാസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. ലിവറേജ് 1:100 തന്നെയാണ്. ആൻഡ് ഇവിടെ നമ്മുടെ ഫണ്ടഡ് സ്റ്റേജിലോട്ട് വരുവാണെങ്കിൽ വിഡ്രോ ക്യാപ്പ് പറഞ്ഞത് $2,000, അതായത് പേ ഔട്ട് ക്യാപ്പ് പറഞ്ഞത് $2,000 ആണ്. 200K നമ്മൾ നോക്കുവാണെങ്കിൽ $3,000 ആണ് പേ ഔട്ട് ക്യാപ്പ് വരുന്നത്. 100K നോക്കുവാണെങ്കിൽ $2,000 ആണ്. സോ മിനിമം $250 ആണ് വിഡ്രോവൽ. ആൻഡ് ഇവിടെയും 50% കൺസിസ്റ്റൻസി ഉണ്ട്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ $2,000 ഒരു ടാർഗറ്റായിട്ട് കാണാം. അതിൻ്റെ 50%, $2,000 50% $1,000. ഒരു ദിവസം $1,000 മുകളിൽ നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതായത് പെർ സൈക്കിളാണ് $2,000 വരുന്നത്. നെക്സ്റ്റ് സൈക്കിൾ നിങ്ങൾക്ക് അഗെയിൻ $2,000 എടുക്കാം മാക്സ്. ഓക്കെ, അതായത് 14 ദിവസം കൂടുമ്പോഴാണ്, 2 വീക്സ് കൂടുമ്പോഴാണ് 5 ഇയേഴ്സിൽ പേ ഔട്ട് സൈക്കിൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, 100Kയുടെ കേസ് പറഞ്ഞത്. ഓക്കെ, സോ 100K 200K. സോ 100K പറഞ്ഞ സമയത്ത് 100Kയുടെ കോസ്റ്റ് വരുന്നത് $149 ആണ്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഈ ഒരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ AMFX05 യൂസ് ചെയ്യുകയാണെങ്കിൽ അഗെയിൻ ഇവിടെ നിങ്ങൾക്കൊരു 10% ഓഫ് കിട്ടും. അതായത് ഒരു $135 നിങ്ങൾക്ക് ഈ ഒരു ചലഞ്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും. അറൗണ്ട് ഒരു $15 നിങ്ങൾക്ക് ഈ ഒരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ചലഞ്ചിലും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ 5 ഇയേഴ്സിൽ ചലഞ്ച് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം യൂസർ ആണെങ്കിലും എക്സിസ്റ്റിംഗ് യൂസർ ആണെങ്കിലും ഈ ഒരു കോഡ് യൂസ് ചെയ്യുക. 10% ഓഫ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. സോ ഞാൻ അഫിലിയേറ്റഡ് ആണ്. സോ ഞാൻ അഫിലിയേറ്റഡ് ആവാൻ കാരണം വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഫോമാണ്. കറൻ്റ്ലി വേൾഡിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഫോമാണ് 5 ഇയേഴ്സ് പറഞ്ഞത്. അറൗണ്ട് ഒരു 10 ഇയേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ. സോ ആ ഒരു ട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ആൻഡ് ഞാൻ അഫിലിയേറ്റ് ആയത്. ഓക്കെ, സോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു 10% ഓഫ് ഉണ്ട്. ആൻഡ് ഈ ഒരു രീതിയിലാണ് 5 ഇയേഴ്സിൻ്റെ 2 സ്റ്റെപ്പ് ഹൈ സ്റ്റേക്കിൻ്റെ സമ്മർ പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് വരണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലോട്ട് ചോദിച്ചോളൂ, ഞാൻ അതിൻ്റെ ആൻസർ ഞാൻ നിങ്ങൾക്ക് അവിടെ തരാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറെ ദിവസം കാണാം. ബൈ.